ഇന്ന് ഒരു സ്പെഷ്യൽ മുട്ടക്കറി ഉണ്ടാക്കാം. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണണം. ഇന്നത്തെ മുട്ടക്കറിയിൽ 2 സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഉണ്ടാക്കാനായി തുടങ്ങാം. ആദ്യം മുട്ടയും പൊട്ടറ്റോയും ഒരുമിച്ചിട്ട് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് 1 സ്പൂൺ ഉപ്പും ഇട്ട് ഒരു വിസിൽ അടുപ്പിച്ചാൽ മുട്ട പൊട്ടാതെ മുട്ടയുടെ കൂട്ടത്തിൽ പൊട്ടറ്റോയും പുഴുങ്ങിയെടുക്കാം. പുഴുങ്ങിയെടുത്ത മുട്ടയുടെ തോട് കളഞ്ഞ് പൊട്ടറ്റോയുടെ തൊലിയും കളഞ്ഞ് മാറ്റിവെക്കുക. ഇനിയും ഒരു പാൻ വെച്ച് പാൻ ചൂടായി കഴിയുമ്പോൾ 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഓൾ സ്പൈസസ് ഇടുക. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 6-7 വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ഇട്ട് ഗോൾഡൻ കളർ ആകുന്നതുവരെ ഇളക്കുക. രണ്ട് സവാള ചെറുതായി കൊത്തി അരിഞ്ഞത് ചേർത്ത് വഴറ്റുക. രണ്ട് പച്ചമുളക്, അല്പം കറിവേപ്പില, 1 സ്പൂൺ ഉപ്പും ചേർത്ത് നന്നായി വഴറ്റുക. ഒരു തക്കാളി അരച്ചത് ചേർത്ത് തക്കാളിയുടെയും സവോളയുടെയും പച്ചമണം മാറുന്നതുവരെ വഴറ്റുക. ഇപ്പോൾ ഏകദേശം വഴന്നു വന്നിട്ടുണ്ട്. ഇനിയും 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ മീറ്റ് മസാല, 1 സ്പൂൺ മുളക് പൊടിയും ഇത്രയും ചേർത്ത് നന്നായി ഇളക്കി മസാലയുടെ പച്ചമണം മാറുന്നതുവരെ വഴറ്റുക. നേരത്തെ പുഴുങ്ങിയെടുത്ത പൊട്ടറ്റോയിൽ നിന്ന് 2 പൊട്ടറ്റോ എടുത്ത് സ്മാഷ് ചെയ്ത് വെക്കുക. ബാക്കിയുള്ളത് ഇപ്പോൾ ആഡ് ചെയ്യുക. ഇനിയും 1/2 കപ്പ് ചൂടുവെള്ളം ചേർത്ത് ഇളക്കി യോജിപ്പിക്കുക. സ്മാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ചേർക്കുക. ഇങ്ങനെ ചേർക്കുന്നത് കൊണ്ട് മുട്ടക്കറിയുടെ ചാറിന് നല്ല കൊഴുപ്പ് കിട്ടും. ഒന്നര സ്പൂൺ കുരുമുളക് പൊടി, 1/2 സ്പൂൺ ഗരം മസാല, 1/2 സ്പൂൺ മാഗി മസാലയും ചേർത്ത് ഇളക്കുക. പുഴുങ്ങി വച്ചിരിക്കുന്ന മുട്ട ചേർത്ത് മുട്ട ഉടയാതെ ഇളക്കി യോജിപ്പിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ആയ 10 കാഷ്നട്ട് വെള്ളത്തിൽ കുതിർത്തത്, 5 സ്പൂൺ കസ്കസ് വെള്ളത്തിൽ ഇട്ട് കുതിർത്തത് രണ്ടും കൂടി അല്പ വെള്ളവും ചേർത്ത് കുഴമ്പ് പരുവത്തിൽ അരച്ചെടുത്ത് വെക്കുക. 1 സ്പൂൺ ഉപ്പ് ചേർത്ത് അടച്ചു വെച്ച് 5-8 മിനിറ്റ് മസാല പിടിക്കുവാനായി അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ വേവിക്കുക. ഇനിയും അരച്ചെടുത്ത കസ്കസും കാഷ്നട്ടും ചേർത്ത് മുട്ട ഉടയാതെ ഇളക്കി അതിൻ്റെ പച്ചമണം മാറാനായി ചെറുതീയിൽ വേവിക്കുക. ഉപ്പ് ആവശ്യമെങ്കിൽ ചേർക്കുക. അല്പം മല്ലിയില ചേർത്ത് കൊടുക്കുക. അടച്ചു വെച്ച് 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വേവിക്കുക. ഇപ്പോൾ രുചികരമായ സ്പെഷ്യൽ മുട്ടക്കറി റെഡിയായി കഴിഞ്ഞു. ഇത് ചപ്പാത്തിയുടെയോ അപ്പത്തിൻ്റെ കൂടെയോ കഴിക്കുവാൻ വളരെ നല്ലതാണ്.
ഇത് എല്ലാവരും ഉണ്ടാക്കിയതിന് ശേഷം റിസൾട്ട് കമൻ്റായി അറിയിക്കണേ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.